മധ്യപ്രദേശിൽ 7 പെൺകുട്ടികൾ ബലാത്സംഗത്തിന് ഇരയായ സംഭവം ആസൂത്രിതം എന്ന് പോലീസ്. പ്രതികൾ പെൺകുട്ടികളുടെ ഫോൺ നമ്പറുകൾ ശേഖരിച്ചത് കോളേജ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന്. നിതിൻ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഉന്മേഷ്, വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് വിടുന്നത്. ജനുവരി മുതൽ മെയ് മാസത്തിൽ വരെയാണ് ഇത്തരത്തിൽ ഈ ക്രൂരകൃത്യം നടന്നത്. ഇതിൽ മെയ് 20-ന് ഒരു പെൺകുട്ടി നൽകിയ പരാതിയെ തുടർന്നാണ് പിന്നീട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലാണ് ഇത്തരത്തിൽ സമാനമായ നിലയിൽ 7 പെൺകുട്ടികൾ ബലാത്സംഗത്തിന് ഇരയായെന്ന വിവരം ഇപ്പോൾ പോലീസ് പങ്കുവച്ചിരിക്കുന്നത്. ബ്രിജേഷിനെ കൂടാതെ രാഹുൽ, ലവ്കുഷ്, സന്ദീപ് എന്നിവരാണ് അറസ്റ്റിലായ മറ്റ് 3 പേർ. എന്തായാലും പോലീസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അധ്യാപികയുടെ ശബ്ദത്തിൽ ആപ്പ് ഉപയോഗിച്ച് ഇത്തരത്തിൽ ഒരു സ്ത്രീ ശബ്ദമായ നിലയിലാണ് ഇയാൾ പെൺകുട്ടികളെ വലയിലാക്കിയത്. അതിനുശേഷം പിന്നീട് വിജനമായ സ്ഥലത്തെത്തിച്ച് അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഇവരുടെ ഈ ക്രൂരകൃത്യമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനായി ബ്രിജേഷിനെ കൂടാതെ മറ്റ് 3 പേരും ഈ കൃത്യത്തിൽ സഹായിച്ചുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഒരു പക്ഷേ അതിജീവികളുടെ എണ്ണം കൂടാം എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.